പിറവം നഗരസഭയിൽ ബി.ജെ.പി. കൗൺസിലർമാരുടെ പ്രതിഷേധം. പിറവം എക്സൈസ് കടവുപാലം നിർമ്മാണത്തിനായി പ്രമേയം പാസാക്കണമെന്ന ആവശ്യം അജണ്ടയിൽ ഉൾപ്പെടുത്താത്തതിലും തെരുവ് നായ ശല്യം, വഴിവിളക്ക് പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കാത്തതിലും പ്രതിഷേധിച്ചാണ് ബി.ജെ.പി. കൗൺസിലർമാർ യോഗം ബഹിഷ്കരിച്ചത്. കൗൺസിലർമാരായ ഉണ്ണിവല്ലയിൽ, ഷിജി സുകുമാരൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിന് പിന്നാലെ പാലം യാഥാർത്ഥ്യമാക്കുന്നതിനായി ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്ന് ഇവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പിറവത്തെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരമായ പിറവം എക്സൈസ് കടവുപാലം യാഥാർത്ഥ്യമാക്കുന്നതിനായി മുനിസിപ്പൽ സമിതി പ്രമേയം പാസാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 26-ാം ഡിവിഷൻ കൌൺസിലർ ഉണ്ണി വലയിൽ നൽകിയ കത്ത് UDF ഭരണസമിതി കൌൺസിൽ അജണ്ടയിൽ വെക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടും പിറവത്തെ രൂക്ഷമായ തെരുവ് നായ ശല്യം പരിഹരിക്കണമെന്നും വഴിവിളക്കുകൾ തെളിയിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് അംഗങ്ങൾ കൌൺസിൽ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത്. ഞാൻ ഈ നഗരസഭയിൽ ഒരു അജണ്ട വെച്ചു. ആ അജണ്ട എന്ന് പറഞ്ഞാൽ പിറവത്തൊരു സമാന്തര പാലം വരിക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് മുന്നോടിയായി കേരള ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്താൻ ഇനി കേരള ഗവൺമെൻറ് 3 മാസമാണ് അവശേഷിക്കുന്നത്. അപ്പോൾ ഈ 3 മാസത്തിനുള്ളിൽ ഇത് കേരള ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഞാൻ 7/1 ഈ എക്സൈസ് കടവാലം യാഥാർത്ഥ്യമാക്കണം എന്ന് പറഞ്ഞ ഒരു അജണ്ട വെച്ചു. ആ അജണ്ട ഇന്നത്തെ കമ്മിറ്റിയിൽ വന്നില്ല. ഇവിടുത്തെ പിറവത്തുകാരുടെ മൊത്തം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ സമാന്തര പാലം വേണമെന്നുള്ളത്. നിങ്ങൾക്കറിയാം, ഈ പാലം നിലവിലെ പാലം 1959 പണിത പാലമാണ്. 63 ഉദ്ഘാടനം ചെയ്തു. 62 വർഷം കഴിഞ്ഞ പാലമാണ്. ഈ പാലം ബലക്ഷയമാണെന്ന് ഇവിടെ വിദഗ്ധർ കണ്ടെത്തിയതാണ്. ഈ പാലം ബലക്ഷയമാണെന്ന് കണ്ടെത്തിക്കൊണ്ട് ഈ പാലത്തിന്റെ അടിയിൽ കമ്പി തെളിഞ്ഞപ്പോൾ അവിടെ കെമിക്കൽ ഉപയോഗിച്ച് ചിപ്പ് ചെയ്താണ് ഈ പാലം നിലനിൽക്കുന്നത്. അതിനുശേഷം ഏതാണ്ട് 10 കണക്കിന് കമ്പികൾ നടപ്പാതയ്ക്ക് വേണ്ടി അതിൽ കയറ്റി വെച്ചേക്കാണ്. സാധാരണ സർക്കാർ നിയമം അനുസരിച്ച് 50 വർഷം കഴിഞ്ഞാൽ ആ പാലം പൊളിച്ചു പണിയെന്നാണ്. ഇവിടുത്തെ UDF-ഉം LDF-ഉം മാറി വർഷങ്ങളോടെ സമരം ചെയ്ത ചരിത്രം 2015 കാലങ്ങളിൽ ഇവിടെ നിരന്തര സമരമായിരുന്നു. ഇവിടെ വഴിവിളക്കുകൾ ഇടണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞ ഒരു മാസമായി നിരന്തരം ആവശ്യപ്പെടുന്നു. പ്രദേശങ്ങളിലെ കൂരിയിട്ടാണ് തെരുവുനായ ശല്യം, അതും ഞങ്ങൾ വെച്ച അജണ്ടയിലാണ്. ഇപ്പൊ സുപ്രീം കോടതി ഒരു ഓർഡർ ഉണ്ട്. എന്താ ഓർഡർ പറഞ്ഞിട്ടുണ്ടോ? മുനിസിപ്പാലിറ്റി സ്ഥലം കണ്ടെത്തി ഷട്ടർ ഹോം പണിത് അവിടെ തെരുവാതെ അവർ സൂക്ഷിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവരെ കുളിപ്പിക്കാനും അവർക്ക് വേണ്ട സമയം ചെയ്യാൻ ഒരു ഉദ്യോഗസ്ഥനെ കൂടി ചുമതലപ്പെടുത്തുന്നത് ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഓർഡർ പകർപ്പേണ്ടിയുണ്ട്. തുടർന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ എക്സൈസ് കടവ് പാലം യാഥാർത്ഥ്യമാക്കുന്നതിനായി ബി.ജെ.പി. പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്ന് കൌൺസിലർ ഉണ്ണി വല്ലയിൽ അറിയിച്ചു. 2-ാം മാസത്തിൽ കടന്നിട്ടും ഒരു നടപടിയും ഈ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. പിറവം ജനതയുടെ ഒരു ആഗ്രഹമാണ് അത് സാക്ഷാത്കരിക്കാൻ ഒരു അജണ്ട മുമ്പോട്ട്. ആ അജണ്ട മുക്കിയത് ശരിയായ നയമല്ല. വാർത്താ സമ്മേളനത്തിൽ കൌൺസിലർ ഷിജി സുകുമാരൻ, ബി.ജെ.പി. പിറവം മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി രാജൻ TR, വൈസ് പ്രസിഡന്റ് തങ്കപ്പൻ നായർ മേടമന എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പിറവം. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.